കോഴിക്കോട് കൂടരഞ്ഞിയിൽ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. 8 അടി നീളമുള്ള പാമ്പിനെയാണ് വനം വകുപ്പ് വീട്ടിനുള്ളിൽ പിടികൂടിയത്. പാമ്പിനെ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വാർത്തയുമായി നമ്മളോടൊപ്പം ചേരുന്നത് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന്. സമീർ, പറയൂ. ഗോപി, കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് വലിയ ഒരു രാജവെമ്പാലയെ പിടികൂടിയിരിക്കുന്നത്. വീട്ടിൽ നിന്നാണ് ഈ രാജവെമ്പാലയെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതിന്റെ തൊട്ടടുത്ത 2 വീടുകളിലായിക്കൊണ്ട് രാജവെമ്പാലയെ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് 3 മണിയോടുകൂടിയാണ് നാട്ടുകാർ അവിടെ ഉള്ള ഒരു വീട്ടിൽ, അതായത് പൊന്തക്കൽ ആൻഡോ എന്ന കൂടരഞ്ഞി പൂവാറന്തോട് സ്വദേശിയായിട്ടുള്ള ഈ ആൻഡോയുടെ വീട്ടിൽ ഈ രാജവെമ്പാല എത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചത്. തുടർന്ന് അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് അവിടെ വീടിനോട് ചേർന്ന ഭാഗത്ത് ഈ പാമ്പ് ഉള്ളതായി കണ്ടെത്തിയത്. അതിനെ പിന്നീട് നീണ്ട പരിശ്രമത്തിലൂടെയാണ് അവർ പിടികൂടിയത്. സ്നേക്ക് റെസ്ക്യൂവിന്റെ കിറ്റ് ഉണ്ട്. ആ കിറ്റ് പലതവണ കാണിച്ചു കൊടുക്കുകയും അതിലേക്ക് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അതിലൊക്കെ അത് കൊത്തി പലതവണ നിൽക്കുകയല്ലാതെ അതിനകത്തേക്ക് കയറിയുന്നില്ല. അതേ തുടർന്നാണ് പിന്നീട് 1 മണിക്കൂറിലേറെ സമയം എടുത്തുകൊണ്ട് അതിനെ ഈ കൂട്ടിലേക്ക്, അതിന്റെ അകത്തേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടാവുകയും ഒടുവിൽ അവരുടെ പരിശ്രമം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പാമ്പിനെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ പാമ്പിനെ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനെ ഉൾവനത്തിൽ കൊണ്ടുവിടും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇങ്ങനെ സമീർ, ഈ രാജവെമ്പാലയെ അവിടെ നിന്ന് കിട്ടുന്ന ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനൊരു അനുഭവം അവിടെ? ഇതൊരു മലയോര മേഖലയാണ്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് നിന്ന് രാജവെമ്പാലയും അതുപോലെ തന്നെ പെരുമ്പാവിനെയും ഒക്കെ പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇതിനു മുമ്പും ഇവിടെ നിന്ന് കണ്ടിരുന്നു. പക്ഷേ അന്നൊന്നും ഇവർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നാണ് അതിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സമീപ നാളുകളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഇനിയും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെ പഞ്ചായത്ത് അധികൃതർ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് ഈ മലയോര മേഖലയാണ്. ഒരു 6 മാസം മുമ്പാണ് അവിടെ പുലിയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്ന ഒരു മലയോര മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി ഗൗരവമുള്ള പ്രശ്നമാണല്ലോ സമീർ. കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് വീടിന്റെ ചുറ്റുഭാഗത്ത് നിന്നും രാജവെമ്പാലയെ പിടികൂടി. ഇപ്പോൾ 8 അടി നീളമുള്ള രാജവെമ്പാലയെ വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. പാമ്പിനെ ഇപ്പോൾ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇത് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ പുലിയുടെ സാന്നിധ്യമൊക്കെ സംശയിക്കുന്നുണ്ട്. രാജവെമ്പാലയെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് എന്നാണ് ആ വീട്ടുകാർ, ആ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമായി നിൽക്കുന്നുണ്ട്.